നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ആളുകൾ ശേഖരിച്ചു കൊണ്ടുപോകുന്ന പഴയ ഇരുമ്പ് സാധനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാമോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പ്രൈമറി കാറ്റഗറി TMT ബാറുകളും സെക്കൻഡറി കാറ്റഗറി TMT ബാറുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള പഴയ ഇരുമ്പ് സാധനങ്ങളിലാണ്. ഈ സ്ക്രാപ്പ് മെൽറ്റിംഗ് പ്ലാന്റുകളിൽ കൊണ്ടുപോയി ബില്ലറ്റ്സും ഇങ്കോട്ട്സും ആണ് ആദ്യം നിർമ്മിക്കുന്നത്. ഇതുപയോഗിച്ചാണ് പല TMT ബ്രാൻഡുകളും അവരുടെ കമ്പികൾ നിർമ്മിക്കുന്നത്. ഇതിലെ ഇങ്കോട്ട്സ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒട്ടും കൃത്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ട്രെങ്ത് പലപ്പോഴും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. FE 500D 550D ഗ്രേഡ് കാറ്റഗറിയിലുള്ള TMT ബാറുകളാണ് എന്ന് ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ബാച്ച് ടു ബാച്ച് ഇവരുടെ ഈ ഒരു സ്ട്രെങ്ത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ പ്രൈമറി കാറ്റഗറി TMT കമ്പികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ ഒരു TMT നിർമ്മിക്കുന്നത് പ്രധാനമായും അയൺ ഓറിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അയൺ ഉപയോഗിച്ചിട്ടുള്ള വെർജിൻ പില്ലറ്റുകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കമ്പികൾക്ക് മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതൽ മാർക്കറ്റിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്ക്രാപ്പ് ബേസ്ഡ് TMT ബാറുകൾ ഒഴിവാക്കി ഇത്തരത്തിലുള്ള പ്യുവർ അയണിൽ നിന്ന് നിർമ്മിക്കുന്ന പ്രൈമറി കാറ്റഗറി TMT ബാറുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോക്കായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നഷ്ടം സംഭവിക്കാതിരിക്കട്ടെ, ക്വാളിറ്റി ഉറപ്പുവരുത്തട്ടെ. വീണ്ടും കാണാം. ബൈ.